ചാടാൻ പറ്റും. അസുഖം വന്നില്ല, ഞാൻ പൈസ കഴുക ഇപ്പോഴും കഴുകുന്നുണ്ടാക്കി. എന്റെ കേരള അതെ എപ്പോഴും കാണുന്നത്. ഓക്കെ ഓക്കെ ആ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പരിപാടിക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തന്നെ നമ്മുടെ അരൂർ ഭാഗം നമ്മുടെ ആലപ്പുഴ ജില്ലയിലോട്ട് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ചെറിയൊരു ബോട്ടിങ് സംഭവങ്ങൾക്കൊക്കെ പോവുകയാണ്. ഇവിടെ കണ്ടൊരു ചെറിയൊരു നല്ല അടിപൊളി കേട്ടോ, നല്ല അടിപൊളി ചെറിയൊരു പുഴയുടെ അടുത്തായിട്ടുള്ള ഒരു സംഭവം. നമ്മളങ്ങനെ ഞാൻ കരോളയൊക്കെ ആയിട്ട് വണ്ടി ഓടിച്ച് പോവാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സദ്യ കഴിച്ചു. ഹവാസ സദ്യ കൊള്ളൂല കേട്ടോ, കൊള്ളൂലെന്നാണ് അത് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെന്തായാലും പോട്ടെ. നല്ല വെയിൽ കേട്ടോ, ഫുള്ള് കുണ്ടുകുഴിയാണല്ലോ. നമ്മൾ ഇനി നമ്മുടെ വള്ളത്തിന്റെ അടുത്തോട്ട് വരാൻ വേണ്ടി ഇവിടെ കൊച്ചിക്കറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഹായ് പറ. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖം. കൊറേ നാളായല്ലോ. നമ്മളിപ്പോ കണ്ടോ ലാസ്റ്റ് നമ്മുടെ വാഗമൺ ട്രിപ്പ് ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടോ? ആ പ്രാവശ്യം ജെന്നിയുടെ ഇത് നമ്മുടെ ദിൽജിത്ത് ബ്രോ ഇവിടത്തെ കാരനാണ്. ഇവിടെ അല്ലേ സ്ഥലം? ആ ഓക്കെ. പുള്ളിയുടെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. തൊട്ടടുത്ത് കണ്ട് പുഴയാണ്. അപ്പോൾ ദിൽജിത്ത് ബ്രോനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കരോള, മീറ്റ് മൈ ഫ്രണ്ട്. ദിസ് കരോള ടൊയോട്ട. തുരുത്ത് നമ്മുടെ ഇത് ഏത് കായലാ? വേമനാടാണോ? വേമനാട് കായലിന്റെ ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ദിസ് ഈസ് അവർ ബോട്ട്, ബട്ട് നോട്ട് ദിസ് വൺ. ഓൾമോസ്റ്റ് സെയിം സിമിലർ ടു ദിസ് ഐറ്റം. ഇന്ന് ആറന്മുള സദ്യ ഉണ്ടായിരുന്നല്ലേ? അയ്യോ, അത് കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ തന്നെ ഇതാണ് കേട്ടോ, നല്ല രസമുണ്ട്. അവിടെ നല്ല വെയില്. മാമ ഇവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. മാമ കുളിക്കുന്നതിനോടൊപ്പം പൈസയും കുളിപ്പിക്കുകയാണ് കേട്ടോ. പൈസയെ ഇട്ട് കുളിപ്പിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോ വെള്ളമൊക്കെ എടുത്ത് കഴുവാണ്. ഇതെന്തിനാ കഴുകുന്നേ? മുക്കിയാണ് പൈസ എടുക്കുന്നതെന്നാ? ക്ലീനിങ് ആയിരിക്കും. മനസ്സിലായില്ല. മുക്കിയെടുത്തെന്ന് പറഞ്ഞ മനസ്സിലായില്ല. എന്താ പൈസയിൽ അഴുക്കുള്ളതുകൊണ്ട് പല സ്ഥലത്തൊന്നും പറഞ്ഞോണ്ടല്ലേ? അസുഖം വന്നില്ല, ഞാൻ പൈസ കഴുക ഇപ്പോഴും കഴുകണുണ്ടങ്ങനെ. എന്റെ അതായത് കൊറോണ വന്നില്ലേ, അപ്പൊ അഴുക്ക് പോകാൻ വേണ്ടി പുള്ളി എപ്പോഴും പൈസ കഴുകും. പൈസ കഴുകിയിട്ട് ഉണക്കും കേട്ടോ, എന്നിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെ പേരെന്താ? സഹദേവൻ. എന്റെ കോമഡി കേട്ടോ, കൊള്ളാം കേട്ടോ. ഒരു ഹായ് പറഞ്ഞോ. കഴുകി വെച്ചിരിക്കുന്ന പൈസയാണ് കാണാൻ. സോപ്പിടാറുണ്ടോ ചേട്ടൻ? ഇല്ല ഇല്ല, സോപ്പിടാതെ കഴിവാം. പക്ഷെ സോപ്പിടാതെ അഴുക്ക് പോവുള്ളൂ. അപ്പം പിന്നെ അണുക്കള് പോവില്ലല്ലോ, ചാവൂലല്ലോ പൈസന്ന്. അതിപ്പോ രാത്രിയൊക്കെ ഞാൻ ചൂടുവെള്ളം കണ്ട് കയ്യും കാലും ഒക്കെ കഴിയണം. ആര്യവേപ്പില്ല, ആര്യവേപ്പ് അറിയുവാ? ആര്യവേപ്പും വെട്ടുമഞ്ഞളും കൂടി തിളപ്പിച്ചിട്ട് കൈയും കാലും ഒക്കെ കഴുകിയിട്ടാ കിടക്കണം. ചൂടുവെള്ളം തിളപ്പിച്ചാറ്റി വെള്ളം കൈ കൊണ്ട് കഴിയാൻ കുഴപ്പമില്ല. അത് ഈ അസുഖം മുതൽ എല്ലാ വീട്ടിലും അങ്ങനെ ചെയ്യുന്നുണ്ട്, ചില വീടുകളിലൊക്കെ ചെയ്യുന്നു. ഇവിടെ വലിയ ആഴയില്ലല്ലോ, അതുകൊണ്ട് ആ ബക്കറ്റ് കാണാൻ പറ്റും. ഇറക്കമാണ്, കുഴപ്പമില്ല. അവിടേക്ക് ആഴയില്ലേ? ആ ഒരു ഭാഗത്തൊക്കെ ആഴയില്ലേ? അവിടെ ആഴമുണ്ട്, അങ്ങോട്ടൊക്കെ ആഴമുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന നോക്കാണ്ട് ഇത് തുരുത്തു പോലെ ഇങ്ങനെ കിടക്കുക. ആറാട്ട് കടവ്, ഇതാണ് ആറാട്ടാണ്. അമ്പലത്തിലെ ദേവി കുളിക്കണ സ്ഥലമാണ് ഇവിടെ. ആറാട്ട് ഇവിടെ ഒരു അമ്പലം ഇല്ലേ? ഓക്കെ ഓക്കെ. ദേവി കുളിക്കണ കുടുംബവാസി ഇവിടെ വന്ന് കുളിക്കും. ആനപ്പുറത്ത് എഴുന്നള്ളി വന്ന് ഇവിടെ വന്ന് കുളിക്കും. കണ്ടിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ടെന്നാണ് തോന്നുന്നത്. Carola, are you excited? Are you excited for? Somebody made my pants wet. ചേട്ടാ ഒരു ഹായ് പറഞ്ഞേ. ഇത് ജീവൻ ചേട്ടൻ. പിന്നെ ഇവിടെ വേറെ കുറേ പേരൊക്കെ ഉണ്ട്. കരോള കയറൂ, ബോട്ടിൽ ചാടി കയറൂ. നമ്മുടെ ഇന്നത്തെ ദാറ്റ്സ് ഫ്രണ്ട്. നമ്മളങ്ങനെ വണ്ടിയിലോട്ട് കയറുവാണ്, ബോട്ടിലോട്ട് കയറുവാണ്. ഞാൻ മുങ്ങിപ്പോവോ? ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ മുങ്ങിപ്പോവും. കരോള പൊങ്ങി കയറും, നിങ്ങളും പൊങ്ങി കയറും. ലാസ്റ്റ് ഞാൻ അനാഥനാവും. ഈ വീഡിയോ ഇടാൻ ഞാനും ഉണ്ടാവൂല്ല. എന്താ അത് അവള് വീഴുമ്പോ പഠിച്ചോളും. ടാറ്റാ, ശരി ബ്രോ, കാണാം. നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്.
അവിടെ ഓരോ അപ്പൂപ്പന്മാരൊക്കെ ബോട്ടും വള്ളത്തിൽ ചൂണ്ടയും വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നല്ല പീസ്ഫുൾ അല്ലേ? ഇതാണ് നമ്മുടെ സ്ഥലം, പീസായിട്ടുള്ള സ്ഥലം. അടിപൊളി ഏരിയ അല്ലേ? ആ, നല്ല രസമുണ്ട്. രസമുണ്ട് കേട്ടോ. ഈ കാണുന്ന ഫ്രെയിമൊക്കെ എന്ത് രസമുണ്ട്. ഇവിടെ വേണ്ട മീൻ പിടിക്കുന്ന കാഴ്ച, ഇവിടെ വേണ്ട അമ്മുമ്മ, നല്ല അടിപൊളി കേട്ടോ. ഹലോ, നല്ല രസമുണ്ട് കേട്ടോ. Now finish. നല്ല രസമുണ്ട് കേട്ടോ. ഓ, മൊത്തം ചെളിയായ കേട്ടോ കരവളയുടെ അമ്മ. റോന്റെ കൊണ്ടാ. ഈ കാണുന്ന കുറെ ഐലൻഡുകളുണ്ട്. ആ കാണുന്ന ഐലൻഡ് ഇവിടെയൊന്നും ആളുകൾ താമസിക്കുന്നില്ല കേട്ടോ. അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ്. നമ്മുടെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയുള്ള വിളക്കൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വെയിലെന്ന് വെച്ചാൽ അതിച്ച വെയില്. അതിൽ തള്ളിയിടാൻ വേണ്ടി പോവാണ് കരവ. കരവളയിലായാലും അങ്ങനെ വെള്ളത്തിൽ തള്ളിയിട്ടോ. കരവള എന്നെ തള്ളിയിട്ടാ ഞാൻ മുങ്ങിപ്പോവും. അതാണ് വേറൊരു കാര്യം. അത് ഇവിടെ ഇല്ല. അത്രേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മണി ആൻഡ് എവരിതിങ്. ഇതാണ് സീരിയസ്ലി ഓക്കെ, കോഡ് വേർഡ് സീരിയസ്ലി. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് മാജിക് ഐലൻഡ് ആണ്. മാജിക് ഐലൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ആഴമുണ്ട്. ഡോണ്ട് പ്ലേ ഹി ഡസന്റ് നോ സ്വിമ്മിങ്. ചുമ്മാ Yeah, he doesn't need to know swimming here. Yeah, this is magic island. Actually, the water will be 2 times of this, stick. But here, this is magic island. That's the reason we came. ഇതാണ് മാജിക് ഐലൻഡ്. കാരണം എൻ്റെ കരോള നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു വേമ്പനാട് കായലിന്റെ നടുക്കുള്ള ഇത്. I have to remove this. What? Wait. Seriously. Seriously, I said. Hey. You are allowed to remove your clothes and I'm not. There is money inside. Oh. ചാടിക്കോ കുഴപ്പമില്ലടാ. കൊള്ളാലോ. ബോട്ട് പോവല്ലേ? ഇല്ല, ബോട്ട് കെട്ടിട്ടേക്കണേ. ഇതാണ് എന്റെ മുങ്ങല്. ഇത് പെട്ടെന്ന് നോക്കി ഇത്. Come. I know what you have in your hand. No. Show me your hand. What's your problem? Show me. Okay. I thought, ചാടാൻ പറ്റും. Happy birthday to you. അയ്യോ, ബോട്ട് പോവല്ലേ? പോയില്ല. ഇത് വാരിക്കൊണ്ട് വരും. അങ്ങനെ കരോള ഞാൻ മണ്ണ് വാരിയിട്ടു. the mud is really smelly. Don't do this. Please. Wait. വള്ളം മുങ്ങല്ലേ? Oh, my hand. Allah. Please. മുക്കല്ലേ? Don't play. ഓക്കേ. Face mask. Please. Hey, put your hands down. Nice, right? ടാറ്റാ. നമ്മളിവിടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കരോള നമ്മുടെ ഇവിടെ നീന്തി വരുവാണ്. എൻ്റെ കാലിൽ പിടിച്ച്. അല്ലോ, കരോള ബി കെയർഫുൾ. ഓക്കെ, പ്ലീസ് ഡോണ്ട് പ്ലേ. കരോള കുളി കഴിഞ്ഞു.
How was the കുളി? കുളി മീൻസ് ബാത്ത്, ഷവർ. ഇവിടെ താണ്ട് ഒരാള് കക്ക വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കക്ക വാരിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതെങ്ങനെ വാരണേന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. അതവിടെ വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കൊള്ളാമല്ലോ സംഭവം. ഓ അടിപൊളി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കക്ക വാരുന്ന കാഴ്ച ലൈവായിട്ട് കാണുന്നത്. ഇതാ ഓ അടി അതിൽ കുറച്ച് കിടപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാണ് കേട്ടോ കക്ക വാരല്. തരൂ. ഇവിടെ 2 എണ്ണം. അത് ഓ അയ്യോ, അല്ല ഇതാണ് നമ്മുടെ കക്ക അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് കണ്ടോ. അത് നമ്മുടെ കരിമീൻ കൃഷിയാണ്. ക്യാമറയും ജനറേറ്ററും എല്ലാം വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് കരിമീൻ കൃഷി ലൈവായിട്ട്. ക്യാമറ വരെ ഉണ്ട്, ആരെങ്കിലും കട്ടോണ്ട് പോകാതിരിക്കാനാണ്. അതാ ഫുള്ള് സെക്യൂർഡ് ആയിട്ടുള്ള കരിമീൻ കൃഷി ഉണ്ടോ. സോളാർ, അതിന്റെ മുകളിൽ സോളാർ വരെ ഉണ്ട് കറണ്ടിന് വേണ്ടി. അയൽക്കൂട്ടംകാര് കുടുംബശ്രീ ചേച്ചിമാര് വെച്ച സംഭവമാണ് കേട്ടോ. അവരുടെ ഒരു സംരംഭമാണ്. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഐലൻഡിലോട്ടാണ് വന്നത്. ഈ ഐലൻഡിലെ പേരാമ്പ്ര, പെരുമ്പളം 1000-ലധികം ആളുകൾ താമസിക്കുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ബോട്ട് ചെട്ടി കാണാനായിട്ട് സാധിക്കും. ഇവിടെ കക്ക വാരിയൻ്റെ ബാക്കി സാധനമാണ് കേട്ടോ കിടക്കുന്നത്. ഇനി ഇത് ലൈം സ്റ്റോണിന് വേണ്ടി അവർ ഫുള്ളായിട്ട് ഉപയോഗിക്കും. ഇവിടുത്തെ പബ്ലിക് ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് പബ്ലിക് ബോട്ടുണ്ട്. 1000 പേരുള്ളത് കൊണ്ട് തന്നെ പബ്ലിക് ഗവൺമെൻറ്റിൻ്റെ സർവീസ് ബോട്ടുണ്ട്. കരിക്കെടുക്കാൻ വേണ്ടി ഒരു ഐലൻഡിൻ്റെ തീരത്തോട്ട് വന്നതാണ്. ഇത് നമ്മുടെ സെൻറ് മേരീസ് ഐലൻഡ്. നമ്മൾ കരിക്ക് പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിന്ന് കുറച്ച് കരിക്കൊക്കെ കുടിച്ചിട്ട് പോവാം. കണ്ടില്ലേ, ഇവിടെ സാധാരണ ആളുകൾ ഇങ്ങനെ വന്ന് കുടിക്കാറുണ്ടോ? ആ, വല്ലോന്റെ വിളയായോണ്ട് കുഴപ്പമില്ല അല്ലേ. നിങ്ങളുടെ സ്വന്തം സ്ഥലമാണെന്ന്. സാമൂഹ്യ വിരുദ്ധരുടെയും ആഭാസരുടെയും എന്താ കള്ളുകുടിക്കാരുടെയും സ്പോട്ടാണെന്ന് തോന്നുന്നു അല്ലേ. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ, ഒരു തമാശ രൂപേണ ക്ഷമിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കുറേ ഹെൽസിങ്കി ബോട്ടിൽ, ബിയർ കുപ്പിയുടെ ബോട്ടിലൊക്കെ അവിടെ കുറേ ഉണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു കള്ളു കുടിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഐലൻഡാണ്. അതെന്താ ഹോണ്ടഡ് ഹൗസാണോ ആ കാണുന്നത്? കരിക്കോടെയാ. അങ്ങനെ നമ്മൾ കരിക്കടക്കാൻ വേണ്ടി ഇതാ അരച്ചൂട്ടിൽ വന്നിട്ടുണ്ട്. വീഴും നോക്കട്ടെ, തലവണ്ടയിൽ വീഴില്ലേ. ഒടിഞ്ഞു പോലെ വേറെ ചെറിയ കയറ്റി കരിക്കിടാൻ വേണ്ടി പോകണം. ആ ചെരുപ്പ് മാറ്റിയിടും. ചെരുപ്പ് ചപ്പൽ പൂട്ടിട്ടാവും. എൻ്റെ അമ്മോ, സദ്യ കൂടെ കഴിച്ച് ഓളാം. ഓക്കെ, മിഷൻ കരിക്ക്. ഓക്കെ, പോയാല് നമ്മള് വെള്ളത്തിൽ പോകും കേട്ടോ. How should I do this? Wait, I'm going. ഓക്കെ. It was Just push it, yeah. Yes. Yeah. Oh. Oh, you go on my shoulders. You can go on my head if you want. No, it's not about the height. It's that. Touching my bone. Then you have to support my leg with it, you know. Yeah. Okay. How will you support yourself? ഇനിയെങ്കിലും അതെ വരണമെങ്കിലും തിരിച്ചു കൊടുക്കും. ഓക്കെ, ready 1 2. Please. Okay, wait. Okay. Better you hug the coconut and then you do it. So show your safety. Black. Yes. Just a small one. No, push. അവസാനം എന്റെ തലമണ്ടയിൽ കയറി എൻ്റെ അമ്മോ Hey, here's just shorts. നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കരിക്ക് പൊട്ടിക്കാനായിട്ടുള്ള ഇത് കിട്ടി. കൊള്ളാലോ.
സംഗംപ്രദമെന്നാലേ ആനന്ദേ. നമ്മുടെ ബോട്ട് ടൂർ നമ്മൾ അവിടെ സൺസെറ്റ് പോയിന്റിൽ നിന്നൊക്കെ വന്നു. ചേട്ടാ താങ്ക്സ് ചേട്ടോ. ചേട്ടനെ പരിചയപ്പെടുത്തിക്കോളും. പറ പ്രൊമോഷൻ കൊടു പെട്ടെന്ന് കൊടു. ഇൻസ്റ്റാഗ്രാം പേരൊക്കെ പറ. നാണം വരുന്നോ? ഇൻസ്റ്റാഗ്രാം പേര് ചോദിച്ചപ്പോ നാണം പറയുന്നോ? പിന്നെ അത് കട്ട് ചെയ്യാൻ പറ്റൂല, ഇപ്പം പറയണം കേട്ടോ. നമ്മുടെ ജീവൻ ചേട്ടന്റെ പ്രൊഫൈൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. സോറി, സബ്സ്ക്രൈബ് അല്ല, ഫോളോ ചെയ്യുക. MR_J_ഇത് ജീവൻ ചേട്ടാ. ബൈ, ടാറ്റ. നാണം കല്യാണപ്രായമായി. ടാറ്റ കേട്ടോ, താങ്ക്സ് കേട്ടോ. പുള്ളിക്കാരൻ അടിപൊളി വീഡിയോ എടുത്തതാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അവിടെ. ഇത്രയും കണ്ടാൽ മതി, ബാക്കി കണ്ടാൽ കോപ്പിറൈറ്റ് വരും. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായിട്ട് ഇവിടെ ഉള്ള ഒരു ചെറിയൊരു ഘോഷയാത്ര കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറേ കുട്ടികളൊക്കെ ശ്രീകൃഷ്ണന്റെ ഡ്രസ്സൊക്കെ കണ്ടിന് ഇവിടെ കാണാം. സായിപ്പ് നല്ല ടയേർഡെന്ന് പറഞ്ഞാൽ ഭൂലോക ടയേർഡായെന്ന് വേണമെങ്കിൽ പറയണം. അപ്പോൾ നമ്മൾ വീണ്ടും ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട്. കേരള, how was the day? Was it good? Super duper. Richtig cool. കുറച്ച്. അപ്പോൾ നമ്മളിനി ഒന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. അതിന് 3 ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്ന റൂമാണ്. തളർന്ന് തരിപ്പണായി. നമ്മുടെ റൂമൊക്കെ അടിപൊളിയാക്കിയിട്ടിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം സെറ്റപ്പിൽ ഇവരെല്ലാരും എല്ലാം നേരെയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ വീഡിയോ എടുക്കട്ടെ. അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ നിർത്തിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് Where did we go yesterday, Carola? In the mud. നമ്മള് അവിടെ നിന്നൊക്കെ വന്നു. അത് ലാസ്റ്റ് ക്ലിപ്പല്ലേ വന്നു. ഞാൻ ആക്ച്വലി ഇന്നിട്ട് ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. കരോള ഇതിന്റെ ഇടയിൽ രാവിലെ നമ്മൾ നേരത്തെ സ്ഥലത്ത് കറങ്ങാനൊക്കെ പോയി. എന്നിട്ട് ഇപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇവിടെ എന്റെ കൂടെ അനസ് ബ്രോയാണ്, പുള്ളിക്കാരന്റെ ഹോട്ടലിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരന്റെ ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്ന സൂട്ട്. ഞാൻ പുള്ളിക്കാരന്റെ മുന്നേ വെച്ച് തന്നെ എനിക്ക് കുറച്ച് സ്റ്റേ ഒക്കെ തന്നുകൊണ്ട് ഞാൻ പുള്ളിക്കാരന് ഒരു പ്രൊമോഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. താങ്ക്സ് ബ്രോ, പോസ്റ്റ് ചെയ്തതിന്. മുമ്പൊരു വീഡിയോയില് വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ കോഴിയായിട്ട് എല്ലാരും കൂടെ കണക്കാക്കി. അതിന്റെ വലിയ ദുഃഖമുണ്ട് കേട്ടോ. കോഴിയൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരൻ. പിന്നെ ആണോന്ന് ചോദിച്ചാൽ എനിക്കും അറിഞ്ഞൂടാ. അത് നമ്മള് കൂടുതൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് പ്ലാൻ ഉണ്ട്. ഡെക്കാത്തലോണിൽ പോകണം. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു സിനഗോഗിൽ പോകണം. അതിന്റെ വേറൊരു സിനഗോഗ് കാണാൻ വേണ്ടി പോകണം. നിങ്ങൾ കണ്ടതല്ലാതെ. അപ്പൊ അതൊക്കെയാണ്. പിന്നെ രാത്രി ഇന്ന് ഇവിടെ നിന്ന് വിടും. അപ്പൊ അനസ് ബ്രോ താങ്ക് യു കേട്ടോ. സൂട്ടില് വരും കേട്ടോ. സൂട്ടില് ഡിസ്കൗണ്ട് ഉണ്ടോ? സൂട്ടില് മഹീന്റെ ഗസ്റ്റിന് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്തു. 15% ഒരു ഒക്ടോബർ 31 തീയതി ഹിച്ചൈക്കിംഗ് നോമാഡ് എന്നുള്ള കൂപ്പൺ കോഡ് പറഞ്ഞു വരുന്നവർക്ക് നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാം. 15% ഡിസ്കൗണ്ട് കൊടുത്തു. ഓക്കെ, ഒക്ടോബർ 31 ജൂലൈ ഓഗസ്റ്റ് അല്ലേ ഇത്? സെപ്റ്റംബർ ഒക്ടോബർ 31 വരെ 2 മന്ത്സിലോട്ട്. ഒക്ടോബർ 31 വരെ ഹിച്ചൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന കൂപ്പൺ കോഡുമായിട്ട് ഓൺലൈൻ ബുക്കിംഗ് ചെയ്താൽ കിട്ടൂലേ? ഉറപ്പല്ലേ? ഇല്ലെങ്കിൽ ഐഡിയ കൊടുക്കും, പേടിക്കണ്ട. അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങുവാണ്. നല്ല ചൂട്. ഇത്രയും ദിവസം എനിക്ക് സ്കൂട്ടറും തന്ന് സഹായിച്ചത് അനസ് ബ്രോ ആണ് കേട്ടോ. താങ്ക് യു.
നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ചെറിയൊരു സംഭവം വാങ്ങാൻ വേണ്ടി വന്നതാണ്. കരോളയുടെ അഭ്യാസ പ്രകടനം കാണിക്കാൻ വേണ്ടി പോവാണ്. കാണിക്കൂ കരോള. ഒന്നുകൂടെ, വൺ മോർ ചാൻസ്. കരോളയെ മെർമെയ്ഡാക്കാൻ വേണ്ടിയുള്ള തുണി നോക്കിയിട്ടുണ്ട്. ട്രയൽ ചെയ്ത് നോക്കട്ടെ. ഡെക്കാത്തലോണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചപ്പോൾ ഓടി വന്നു. ആരാണ്? പേരെന്താ? ഷോണും സുകേഷും കൂടെ എനിക്ക് കുറച്ച് പ്രോട്ടീൻ ബാസ് എനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്നു. ലൂസ് മോഷൻ ഒന്നും വരില്ലല്ലോ, ഡേറ്റ് ചെയ്യണതല്ലല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രോട്ടീൻ ബാസാണ് എനിക്ക് തന്നത്. താങ്ക് യു സോ മച്ച്. വണ്ടി ഓടിച്ചു വന്നത് എറണാകുളം മാർക്കറ്റിന് മുന്നിലാണ്. എറണാകുളം മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കാണുന്ന ഫുള്ള് ഏരിയ. എന്താ പറയുക, ഒരു ബിസിനസ് ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഹോൾസെയിൽ, റീറ്റെയിൽ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. നമ്മൾ കരോള. അതെ, ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായുള്ളൂ. അതെ അതെ, കണ്ടില്ലേ? ഒരു ഹായ് പറഞ്ഞോ. ഹായ്. എവിടെയാ സ്ഥലം? വൈപ്പിന്. ഓക്കെ ഓക്കെ. ആ, മനസ്സിലായി. ഓക്കെ, വളരെ ഇഷ്ടമാണ്. ദേ ലൈക്ക് യു. സെയിൻ മലയാളം. താങ്ക് യു. അതെ, സന്തോഷം. ഞാനിവിടെ സിനഗോഗിൽ വന്നതാ. അതെ, പറഞ്ഞു വന്നത് ഇവിടെ ഫുള്ള് കച്ചവടങ്ങളുടെ സ്ഥലമാണ്. ഫുള്ള് ഹോൾസെയിൽ സംഭവങ്ങളുടെ ഇതാണ്. നമ്മളങ്ങനെ വന്നത് കടമ്പംഭാഗം സിനഗോഗാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സിനഗോഗ് കേട്ടോ. നമ്മുടെ ഓൾഡസ്റ്റ് ആക്റ്റീവ് സിനഗോഗ് ഇൻ ദ കോമൺവെൽത്ത് സിൻസ് 1200 CE. അതായത് കോമൺവെൽത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യ മാത്രമല്ല, കുറേ രാജ്യങ്ങളുണ്ട്. അതിൽ നമ്മുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള സിനഗോഗാണ്. നമ്മൾ ഉള്ളിലോട്ട് കയറുവാണ്. ഇവിടെ ഫുള്ള് അക്വേറിയമാണ് കേട്ടോ. അക്വേറിയം, അതിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ സിനഗോഗ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ സിനഗോഗ്. നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ള സിനഗോഗില്ലേ, അതിനെയും കാട്ടി സത്യത്തിൽ ഇവിടെ ഫോട്ടോഗ്രാഫി അലോഡല്ലാന്നുണ്ട്. അറിഞ്ഞൂടാ, സെക്യൂരിറ്റി റീസൺസ് കാരണം അവർ ഉള്ളിൽ കയറ്റില്ലെന്നാണ് പറഞ്ഞത്. ഭയങ്കര എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സിനഗോഗ് കാണാനും. നല്ല അടിപൊളി സിനഗോഗാണ്. അപ്പോൾ ഇനി ആരും ഇങ്ങോട്ട് വരണ്ട, അവർ അലോ ചെയ്യുന്നില്ലാണെന്നാണ് തോന്നുന്നത്. ഒരു മീൻകടയിൽ ആ പുള്ളിക്കാരനാണ് കേട്ടോ പറഞ്ഞത്, ഒരു അക്വേറിയത്തിലെ. സോ സാഡിനോ, ഫുള്ള് ബ്ലോക്കും ഫുള്ള് കണ്ട. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എറണാകുളത്ത് ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ നമ്മുടെ ഒരു ഓണം ഫെസ്റ്റിൻ്റെ സംഭവം, ഒരു കുറേ തുണിയുടെ സംഭവങ്ങളാണ്. അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു പലാസ എടുക്കാൻ വേണ്ടി വന്നതാണ് കരോളയ്ക്ക് വേണ്ടി. അങ്ങനെ ഒരു പലാസ എടുത്തു. 350 രൂപയ്ക്ക് ഏതാണ്ട് ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞ് കുറേ മുണ്ടുകളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഓണം ഫെസ്റ്റ്, ഓണമായിട്ട് ഇവരിവിടെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ദിസ് ഈസ് ഫോർ ഓണം, ബിക്കോസ് ഓണം ഫെസ്റ്റിവൽ, യുനോ, സോ എ കാർണിവൽ. ഇവിടെ പിഴല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. കടമക്കുടി പോകാനിരുന്ന് നമ്മൾ പിഴല. ദിസ് ഈസ് പിഴല. യെസ്, നല്ല അടിപൊളി കേട്ടോ. പക്ഷേ ഇന്ന് മാനം ഫുൾ ഇങ്ങനെ കറുത്ത് കിടക്കുവാണ്. അതുകൊണ്ട് നല്ല കാഴ്ചകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഫുൾ ഇതുപോലത്തെ ഫിഷിംഗ് നെറ്റ്സും സംഭവങ്ങളാണ്. പക്ഷേ ഫുള്ള് മാനം കറുത്തുകൊണ്ടൊന്നും കാണാൻ പറ്റും. ഇപ്പോൾ സഞ്ചരിച്ച് വന്ന ഇതൊക്കെ നല്ല പുതിയ പാലമാണ്. ഇല്ലെങ്കിൽ ഇതിലൂടെ വരാനും പറ്റൂലായിരുന്നു. നമ്മൾ ആക്ച്വലി കടമക്കുടി പോകാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ കുറേ ദൂരം ഉണ്ടായിരുന്നു. നല്ല രസമുള്ള സ്ഥലങ്ങൾ. ഇവിടേക്ക് അത്യാവശ്യം ടൂറിസമൊക്കെ അത്യാവശ്യം ഡെവലപ്പ് ചെയ്യാനുണ്ട്. കണ്ടോ, നല്ല അടിപൊളി വൈബ്. പക്ഷേ ഈ ഒരു സൂര്യൻ ഇങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഇത് തോന്നാത്തത്. പിഴല നല്ല രസമുണ്ട്. അധികം ടൂറിസ്റ്റുകളുമില്ല കടമക്കുടി പോലെ. ആക്ച്വലി പിഴലയിൽ ഇവിടെ ദാണ്ടെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്ന ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഇവിടെ ദാണ്ടെ മുമ്പ് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബ്രിഡ്ജ് നിലവിലുണ്ടായിരുന്നു. പക്ഷേ അതിപ്പം എന്താ പറയുക, ഉപയോഗിക്കാൻ അനുയോജ്യമല്ലാത്തതിനാലാവണം അവർ ഇതുപോലെ പണിതത്. പക്ഷേ എന്ത് വൃത്തിയുള്ള, എന്ത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തിൽ ഇതുപോലുള്ള ഒരു ഇരുമ്പ് പാലം കൊണ്ടുവച്ച് മോശമാക്കിയിരിക്കുന്നു. വേറെ പല ഇരുമ്പ് പാലങ്ങൾ വെച്ച് മനോഹരമാക്കി നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ലുക്കിലുള്ള ഒരു ഇരുമ്പ് പാലം വെച്ച് ഈ ഒരു മനോഹരമായിട്ടുള്ള പ്രദേശത്തെ വളരെ എന്താ പറയുക മോശമാക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവങ്ങൾ പണിയുമ്പോൾ, ബ്രിഡ്ജുകൾ പണിയുമ്പോൾ, കെട്ടിടങ്ങൾ പണിയുമ്പോൾ ആക്ച്വലി ടൂറിസം വകുപ്പ് ഒരു എന്താ പറയുക നിയമം എടുത്ത്, അല്ലെങ്കിൽ ഇതൊക്കെ പൊതുമരാമത്ത് വകുപ്പാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കെങ്കിലും ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മനോഹരമായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ പണിയായിരുന്നു ഒന്നും. ഈ ഒരു അനുയോജ്യമല്ലാത്ത ഇതുപോലും പണ്ട് കാണാൻ എന്ത് മനോഹരമായിരുന്നു, കണ്ടില്ലേ? അപ്പം ഇതുപോലൊക്കെയുള്ള ഇത് പണിത നമ്മുടെ കാണുന്ന സ്ഥലങ്ങൾക്കും ഒരു വൃത്തിയും കൂടും, എന്താ പറയുക കാണാനുള്ള കാഴ്ചകളും കൂടും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ എന്താ പറയുക ടൂറിസം വകുപ്പൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമ്മുടെ നാടിനെ കുറച്ച് കാണാനുള്ള കാഴ്ചകൾ കൂടുതലുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും കുറേ നാൾ ഞാൻ കൈവച്ച് പിടിക്കാതെ, സെൽഫി ക്യാമറ ഉപയോഗിക്കാതെ ഞാനൊരു എൻഡിങ് വീഡിയോ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ അവസാനം റൂമിൽ വന്നു. ഇന്ന് വണ്ടി സ്റ്റക്കായി, ഇതിൻ്റെ ഇടയിൽ വണ്ടി സ്റ്റക്കായി. ലാസ്റ്റ് ഞാൻ അവിടെ ഒരു വർക്ക്ഷോപ്പിൽ വെച്ചു. വണ്ടിയിൽ എന്തോ ഒരു പ്രശ്നം വന്നു, വണ്ടിയിൽ വർക്ക്ഷോപ്പിൽ വെച്ചു. ഇന്നിപ്പോൾ രാത്രി എനിക്ക് മധുരയിൽ പോകാനുള്ള ബസ്സുണ്ട്. മധുരയിൽ പോയിട്ട് എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഹോട്ടലിലെ മുകളിൽ ഭാഗമാണ് കേട്ടോ. ഇതൊരു ഹാങ് ഔട്ട് ഏരിയയും കൂടെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. ആരെങ്കിലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹിച്ചക്കിംഗ് നൊമാഡ് ഒരു കൂപ്പൺ കോഡ് വെച്ചിട്ട് കൂപ്പൺ കോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹിച്ചക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് വെച്ചിട്ട് ആർക്കെങ്കിലും കൊച്ചിയിൽ വരുവാണെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാനും കരോളയായിട്ട് എൻ്റെ കരോള എവിടേക്കാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കരോള അപ്പം ഞാനും കരോളയായിട്ട് അടുത്ത ദിവസം മധുരയിൽ പോകുന്നുണ്ട്. അപ്പം മധുരയുടെ കാഴ്ചകളുമായിട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്. അല്ലാതെ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. Where are we going next? To the crazy place. ക്രൈസി പ്ലേസ്. ആ ക്രൈസി പ്ലേസ് എന്താണെന്ന് അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത സമയം വരുന്നവരെ എല്ലാവർക്കും ബൈ.